ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ തിരുവനന്തപുരത്തെത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. SIR-ന്റെ ഭാഗമായി സംസ്ഥാനത്ത് 80%-ലധികം എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശനിയാഴ്ച അന്തരിച്ച കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ സംസ്കാരം ഇന്ന്. FIH ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് സ്വിറ്റ്സർലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. രാവിലെ 11-ന് ലോക്സഭ സമ്മേളിച്ചപ്പോൾ ജോർജിയൻ പാർലമെന്ററി സംഘത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള സ്വാഗതം ചെയ്തു. പാർലമെന്ററി സംഘത്തിന്റെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള ബന്ധത്തിന്റെ പ്രതീകമാണെന്ന് ശ്രീ ബിർള പറഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങി. തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചു. ബഹളത്തിനിടയിലും അംഗങ്ങൾ ഉന്നയിച്ച വിവിധ ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ മറുപടി നൽകി. 12 മണിക്ക് സഭ പുനരാരംഭിച്ചപ്പോഴും ബഹളം തുടർന്നതിനാൽ ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭയിലും സമാന രംഗങ്ങൾ ആവർത്തിച്ചു. അംഗങ്ങളെ ശാന്തരാക്കാൻ രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷത്തെ അനുനയിപ്പിക്കാനായില്ല. തുടർന്ന് ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും രാജ്യസഭ നിർത്തിവച്ചു. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ തിരുവനന്തപുരത്തെത്തും. വൈകിട്ട് 4-ന് രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലെത്തുന്ന രാഷ്ട്രപതിയെ ഗവർണറും മുഖ്യമന്ത്രിയും നാവികസേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് ശംഖുമുഖത്ത് നടക്കുന്ന നാവികസേനയുടെ പ്രകടനങ്ങൾ ശ്രീമതി ദ്രൌപദി മുർമു വീക്ഷിക്കും. നാവികസേന ഒരുക്കുന്ന ലഘു സൽക്കാരത്തിലും പങ്കെടുക്കും. നാളെ ലോക്ഭവനിൽ തങ്ങിയ ശേഷം മറ്റന്നാൾ രാവിലെ രാഷ്ട്രപതി ഡൽഹിക്ക് തിരിക്കും. ശംഖുമുഖത്ത് നടക്കുന്ന നാവിക ദിനാഘോഷത്തോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നാളെ ഉച്ചയ്ക്ക് 12 മണി മുതലാണ് ഗതാഗത നിയന്ത്രണം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. നാവിക ദിനാഘോഷത്തോടനുബന്ധിച്ച് ശംഖുമുഖം വെട്ടുകാട് ഭാഗത്തേക്ക് പാസ് അനുവദിച്ചിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കൂ എന്ന് സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. പാസില്ലാതെ പരിപാടി കാണാൻ വരുന്ന പൊതുജനങ്ങൾക്ക് നഗരപരിധിയിലെ വിവിധ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ നിന്നും പരിപാടി നടക്കുന്ന വെട്ടുകാട് ശംഖുമുഖം ഭാഗത്തേക്കും തിരിച്ചും KSRTC നിശ്ചിത ടിക്കറ്റ് നിരക്ക് ഈടാക്കി പ്രത്യേക സർവീസ് നടത്തും. പരിപാടി തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കണമെന്നും ട്രാഫിക് പോലീസ് നിർദ്ദേശിച്ചു. പൊതുജനങ്ങൾ ഗ്രീൻ പ്രോട്ടോകോളിന്റെ ഭാഗമായി കുടയും സ്റ്റീൽ കുപ്പിയും കയ്യിൽ കരുതേണ്ടതാണെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ ചരക്ക് സേവന നികുതി വരുമാനത്തിൽ 8% വർധന. 2963 കോടി രൂപയാണ് നവംബറിലെ വരുമാനം. ശബരിമല ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർ അന്നേ ദിവസമല്ലാതെ മറ്റൊരു ദിവസം എത്തുന്നത് പ്രയാസം സൃഷ്ടിക്കുന്നതായി ADGP S. ശ്രീജിത്ത്. അനുവദിച്ച തീയതി മാറുമ്പോൾ തിക്കും തിരക്കും കൂടുന്നു. ഇത് അനുവദിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സന്നിധാനത്ത് ഇന്ന് രാവിലെ 11 മണി വരെയുള്ള കണക്കുപ്രകാരം 38,153 തീർത്ഥാടകർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗിലൂടെ 5,190 പേരും വെർച്വൽ ക്യൂ വഴി 32,963 പേരുമാണ് ദർശനം നടത്തിയത്. സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ആക്കുന്നത് സംബന്ധിച്ച് സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ച് സംസ്ഥാന സർക്കാർ. വെള്ളിയാഴ്ചയാണ് ചീഫ് സെക്രട്ടറി വിളിച്ച ഓൺലൈൻ യോഗം ചേരുന്നത്. പ്രവൃത്തി ദിനം 6-ൽ നിന്ന് 5 ആക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷനും ശമ്പള കമ്മീഷനും ശുപാർശ ചെയ്തിരുന്നു. അന്തരിച്ച കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ സംസ്കാരം ഇന്ന്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും കൊയിലാണ്ടി ടൌൺ ഹാളിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. മന്ത്രിമാരായ MP രാജേഷ്, K രാജൻ, R ബിന്ദു, AK ശശീന്ദ്രൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. വൈകിട്ട് കുനിയിൽ കടവ് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബറടക്കം നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തീവ്ര
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോമുകൾ തിരികെ സ്വീകരിക്കുന്നതിനുള്ള ക്യാമ്പുകൾ ഇന്നും സജീവം. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,29,80,000 കവിഞ്ഞു. വിതരണം ചെയ്ത മൊത്തം ഫോമുകളുടെ 82.52% ഇത്. SIR നടപടികളുടെ ഭാഗമായി എന്യൂമറേഷൻ ഫോം വിതരണത്തിന്റെയും ഡിജിറ്റൈസേഷന്റെയും സമയം ഈ മാസം 11 വരെ നീട്ടിയ സാഹചര്യത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കുള്ള ഡ്യൂട്ടി ഓഫും അന്ന് വരെ തുടരാൻ സർക്കാർ ഉത്തരവിറക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. ത്രിതല പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയ്ക്ക് അതത് സ്ഥാപന തലത്തിലുമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. വോട്ടെടുപ്പിന്റെ തലേ ദിവസം പോളിംഗ് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതും വോട്ടെടുപ്പിന് ശേഷം അവ തിരികെ വാങ്ങി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നതും ഇതേ കേന്ദ്രങ്ങളിലാണ്. കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 92 തദ്ദേശ സ്ഥാപനങ്ങളിലെ 1812 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഡിസംബർ 11 നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 71 ഗ്രാമപഞ്ചായത്തുകളിലെ 1271 വാർഡുകളിലും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 162 വാർഡുകളിലും ജില്ലാ പഞ്ചായത്തിലെ 25 ഡിവിഷനുകളിലും മട്ടന്നൂർ ഒഴികെയുള്ള 8 നഗരസഭകളിലെ 298 വാർഡുകളിലും കണ്ണൂർ കോർപ്പറേഷനിലെ 56 ഡിവിഷനുകളിലുമാണ് ഈ മാസം 11 തെരഞ്ഞെടുപ്പ് നടക്കുക. മട്ടന്നൂർ നഗരസഭയുടെ കാലാവധി 2027 അവസാനിക്കുക. കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ഓരോ ഡിവിഷനുകൾ കൂടിയിട്ടുണ്ട്. ഡീലിമിറ്റേഷന് ശേഷം കണ്ണൂർ ജില്ലയിൽ 129 വാർഡുകളാണ് കൂടിയത്. ജില്ലയിലാകെ 20,92,681 വോട്ടർമാരാണുള്ളത്. സംസ്ഥാനത്ത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ 29,262 വനിതകളും 26,168 പുരുഷന്മാരും സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ 3,583 വനിതകളും 3,525 പുരുഷന്മാരും മത്സരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് 672 പുരുഷന്മാരും 602 സ്ത്രീകളുമാണ് സ്ഥാനാർത്ഥികൾ. മുനിസിപ്പാലിറ്റികളിൽ 5,221 വനിതകളും 4,810 പുരുഷന്മാരുമുണ്ട്. കോർപ്പറേഷനുകളിൽ 941 സ്ത്രീകളും 859 പുരുഷന്മാരുമാണ് മത്സരിക്കുന്നത്. അധ്യാപകരും ശിഷ്യനും 3 പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളായി ഒരേ വാർഡിൽ ജനവിധി തേടുന്ന കൌതുകം കൂടിയാണ് പത്തനംതിട്ട ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിനുള്ളത്. ഇടത് വലത് സ്ഥാനാർത്ഥികൾ അധ്യാപകരും NDA സ്ഥാനാർത്ഥി ഇരുവരുടെയും ശിഷ്യനുമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ഇലന്തൂർ ഇടപ്പരിയാരം SNDP ഹൈസ്കൂളിൽ 35 വർഷക്കാലം ഏതാണ്ട് ഒരേ കാലയളവിൽ ഒരേ ക്ലാസുകളിൽ അധ്യാപകരായിരുന്ന 2 അധ്യാപകരും അവരുടെ ശിഷ്യനുമാണ് 3 പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളായി ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഇടപ്പരിയാരം 6ാം വാർഡിൽ ജനവിധി തേടുന്നത്. KG റജി UDF സ്ഥാനാർത്ഥിയായും PK പ്രസന്നൻ LDF സ്ഥാനാർത്ഥിയായും മത്സര രംഗത്തിറങ്ങിയപ്പോൾ 36 വർഷം മുൻപ് വിദ്യാർത്ഥിയായിരുന്ന KS ഗിരീഷാണ് NDA സ്ഥാനാർത്ഥിയായി അധ്യാപകർക്കെതിരെ രംഗത്തുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമ്മതിദായകർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങൾ കൂടി ആകാശവാണി വാർത്തകളിൽ ഉൾപ്പെടുത്തുകയാണ്. ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവികൾ വഹിക്കുന്നത് ആരെന്നത് സംബന്ധിച്ച് മനസ്സിലാക്കാം. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ എന്നീ പദവികൾ വഹിക്കുന്നത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാണ്. എന്നാൽ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷൻ ചെയർമാനും ഉപാധ്യക്ഷൻ വൈസ് ചെയർമാനുമായിരിക്കും. അതേസമയം മുനിസിപ്പൽ കോർപ്പറേഷന്റെ അധ്യക്ഷൻ മേയറും ഉപാധ്യക്ഷൻ ഡെപ്യൂട്ടി മേയറുമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ പൊതുഭരണ നിർവഹണം നടത്തുന്നത് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ്. FIH ജൂനിയർ ഹോക്കി ലോകകപ്പിൽ വിജയക്കുതിപ്പ് തുടരാൻ ഇന്ത്യ. ഗ്രൂപ്പ് ബിയിൽ ഇന്ന് നടക്കുന്ന അവസാന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. ആദ്യ മത്സരത്തിൽ ചിലിയെ 7-0 തോൽപ്പിച്ച ഇന്ത്യ 2ാം മത്സരത്തിൽ ഒമാനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ റായ്പൂരിൽ. റാഞ്ചിയിൽ നടന്ന ആദ്യ കളിയിൽ ദക്ഷിണാഫ്രിക്കയെ 17 റൺസിന് പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 389 പോയിന്റ് താഴ്ന്ന് 85,253 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 117 പോയിന്റ് ഇടിഞ്ഞ് 26,058 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ തിരുവനന്തപുരത്തെത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. SIRന്റെ ഭാഗമായി സംസ്ഥാനത്ത് 80%-ലധികം എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശനിയാഴ്ച അന്തരിച്ച കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ സംസ്കാരം ഇന്ന്.
FIH ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് സ്വിറ്റ്സർലാൻഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.